2014 മോദി തരംഗത്തിന് മുമ്പേ തന്നെ ബിജെപിക്ക് വളക്കൂറുള്ള ജാർഖണ്ഡ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14 സീറ്റിൽ 8 നേടിയാണ് സംസ്ഥാനത്ത് ബിജെപി വേരാഴ്ത്തിയത്. 2014 12 സീറ്റ്, 2019 11 സീറ്റ്. ഒരു സഖ്യകക്ഷിക്ക് കൂടി സീറ്റ് കിട്ടിയതോടെ NDAക്ക് ജാർഖണ്ഡിൽ നിന്ന് 12 MPമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ബിജെപിയുടെ തേരോട്ടം ജാർഖണ്ഡിൽ ആവർത്തിക്കുന്നു. സർവേ ഫലങ്ങൾ ബിജെപിക്ക് അനുകൂലമാണെങ്കിലും ഇക്കുറി അത് അത്ര എളുപ്പമാകില്ല എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ. ഗോത്രവിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 14-ൽ 5 ST സംവരണ മണ്ഡലങ്ങൾ. ജാർഖണ്ഡിന്റെ തലവര തീരുമാനിക്കുന്നത് ഗോത്രവിഭാഗങ്ങളെന്ന് നിസ്സംശയം പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെയും 2 രീതിയിൽ സമീപിക്കുന്നവരാണ് ജാർഖണ്ഡുകാർ. ആ പതിവ് തുടർന്നാൽ ജാർഖണ്ഡിൽ ഇത്തവണയും ബിജെപി മേൽക്കൈ നേടും. പക്ഷേ മാറി ചിന്തിക്കാൻ ഗോത്ര ജനതയ്ക്ക് മുന്നിൽ മതിയായ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനം JMM നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ഹേമന്ത് സോറന്റെ അറസ്റ്റാണ്. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന അവരുടെ മുഖമായി മാറി മുഖ്യമന്ത്രി കസേരയിലെത്തിയ ഹേമന്ത് സോറന്റെ ED അറസ്റ്റ് ഗോത്രവിഭാഗങ്ങളെ ചെറുതായല്ല ചൊടിപ്പിച്ചിട്ടുള്ളത്. ആദിവാസി വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് ജാർഖണ്ഡ് മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ മുൻ മുഖ്യമന്ത്രി ഷിബു സോറന്റെ മകനെന്ന നിലയ്ക്കുകൂടി ഹേമന്ത് സോറനെ ഗോത്ര ജനത നെഞ്ചേറ്റുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ JMMഉം BJPയും മാറി മാറി ഭരണം കൈയാളുന്നു. JMM കോൺഗ്രസ് RJD സഖ്യ സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. സർക്കാർ ജോലികളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം 60-ൽ നിന്ന് 77 ആക്കിക്കൊണ്ടുള്ള സംവരണ ബില്ലടക്കം ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കി വന്ന ഗോത്ര പിന്നാക്ക ക്ഷേമ പദ്ധതികൾ കോൺഗ്രസ് JMM RJD സഖ്യത്തിന് സംവരണ മണ്ഡലങ്ങളിലെങ്കിലും ഗുണമാകും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ മത്സരിക്കുന്നതും JMM അണികളിൽ ആവേശം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. या भारत के अन्य प्रदेशों को लेकर के हो, हमारे आदिवासी भाई बहनों, दलित, पिछड़ों, अल्पसंख्यकों को किस तरीके से आगे लेकर के जाना है, किस तरीके से हमको आत्मनिर्भर बनना है और खास करके हमारी महिलाएं, बहनों, इन सभी को किस तरीके से ताकत देना है, उन्होंने आपके सामने बताया. 400 സീറ്റ് നേടാൻ 14 സീറ്റും ജാർഖണ്ഡിൽ നേടാൻ ഉറപ്പിച്ചാണ് NDA തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉള്ളത്. പക്ഷേ ജാർഖണ്ഡിലെ രാഷ്ട്രീയ കാലാവസ്ഥ അതിന് ഒട്ടും അനുകൂലമല്ലെന്ന് ആ മണ്ണ് അടുത്തറിയുന്നവർ ഉറപ്പിച്ചു പറയുന്നു. കോൺഗ്രസ് JMM RJD CPIML സഖ്യമാണ് ഒരു വശത്ത്. NDA മുന്നണിയിൽ BJP 13 സീറ്റിലും ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 1 സീറ്റിലും മത്സരിക്കുന്നു. CPM 4 സീറ്റിലും CPI 1 സീറ്റിലും ഇന്ത്യ മുന്നണിക്ക് പുറത്ത് മത്സരത്തിനുണ്ട്. 2019-ൽ BJPയെ തുരത്താൻ ജാർഖണ്ഡിൽ മഹാസഖ്യം രൂപീകരിച്ചായിരുന്നു UPA ഇറങ്ങിയത്. എന്നിട്ടും അവർക്ക് 2 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. പക്ഷേ പല സീറ്റുകളിലും BJP നേരിയ മാർജിനിലാണ് ജയിച്ചു കയറിയത്. എന്നാൽ കിട്ടിയ 2 സീറ്റിൽ JMMഉം കോൺഗ്രസും വലിയ ഭൂരിപക്ഷം നേടുകയും ചെയ്തു. ഒരു ചെറിയ ചാഞ്ചാട്ടം പോലും ഇത്തവണ ജാർഖണ്ഡിന്റെ ഗതി മാറ്റും എന്ന് ചുരുക്കം.